അപ്പോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ റൂബിക്സ് ക്യൂബിന്റെ ബേസിക്സ് എല്ലാം തന്നെ ഇപ്പൊ അറിഞ്ഞിരിക്കുകയാണ്. ഒരു റൂബിക്സ് ക്യൂബിന്റെ എല്ലാ ബേസിക്സും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ റൂബിക്സ് ക്യൂബിന്റെ സോൾവിങ് മെത്തേഡ്സിലേക്കാണ്, അൽഗോരിതം അപ്ലൈ ചെയ്യുന്ന മെത്തേഡ്സിലേക്കാണ്. അപ്പൊ നമ്മൾ പല പല സ്റ്റെപ്പുകളായിട്ടാണ് ഈ റൂബിക്സ് ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ റൂബിക്സ് ക്യൂബ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ബോട്ടം ലെയർ എന്ന് പറയുന്നത് ഈ വൈറ്റ് വരുന്ന ഭാഗമാണ്. ആദ്യം നമ്മൾ ഈ ബോട്ടം ലെയർ ആണ് സോൾവ് ചെയ്യുക. അതിനുശേഷം ബോട്ടം ലെയർ സോൾവ് ആയി കഴിഞ്ഞാൽ മിഡിൽ ലെയർ സോൾവ് ആകും. അതിനുശേഷമാണ് നമ്മൾ ഫൈനൽ ലെയർ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ ഈ ബോട്ടം ലെയർ സോൾവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റൂബിക്സ് ക്യൂബിന്റെ ഇത് കണ്ടോ, യെല്ലോയും വൈറ്റും വെച്ചിട്ടാണ് യൂണിവേഴ്സലി നമ്മൾ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. അത് നമ്മൾ യെല്ലോ നമ്മുടെ അപ്പ് ഫേസ് വരുന്ന രീതിയിൽ, മേളിൽ വരുന്ന അപ്പാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, യു വരുന്ന രീതിയിൽ നിങ്ങൾ ഇത് പിടിക്കുക. നമ്മൾ ഈ വൈറ്റ് ഫുള്ള് ഇവിടെ മാച്ച് ആക്കാൻ വേണ്ടി, ഇവിടെ ഫുള്ള് വൈറ്റ് മാച്ച് ആക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പിലാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഡെയ്സി എന്ന് പറയുക. നമ്മൾ വൈറ്റ് ഇവിടെ ഫുള്ള് വരുന്നതിന് മുമ്പേ നമ്മൾ ഇതിന് ക്രോസ് ആയിട്ട് ഇവിടെയും വൈറ്റ് വരുന്ന രീതിയിൽ നമ്മൾ ഓപ്ഷൻ വരുത്തണം. അതിന് മുന്നോടിയായി ചെയ്യുന്ന ഡെയ്സി എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഇവിടെ ഈ 4 വശത്തും ക്രോസ് ആയിട്ട് വൈറ്റ് വരുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ 4 വശത്തും വൈറ്റ് വരുത്തണം. ഈ യെല്ലോയുടെ 4 വശത്തും വൈറ്റ് വരുത്തണം കുരിശായിട്ട്. ആ സ്റ്റെപ്പിന് റൂബിക്സ് ക്യൂബിൽ ഡെയ്സി എന്നാണ് പറയുക. ഓക്കെ, ആ സ്റ്റെപ്പിന് ഡെയ്സി എന്നാണ് പറയുക. ആ ഒരു മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഡെയ്സി സ്റ്റെപ്പ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഈ എഡ്ജ് മാത്രമേ നോക്കുകയുള്ളൂ, അല്ലാതെ ഈ സൈഡ് കോർണർ നമ്മൾ നോക്കില്ല. ഡെയ്സി നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഈ എഡ്ജ് എന്ന് പറയുന്നത് നടുവിലാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഈ നടുവിൽ വരുന്ന വൈറ്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ നടുവിൽ ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് മിഡിൽ ലെയറിൽ വൈറ്റ് ഒന്നും തന്നെ ഇല്ല. തേർഡ് ലെയറിൽ ഇവിടെ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്, കണ്ടോ? പിന്നെ തേർഡ് ലെയറിൽ താഴെ മിഡിലിൽ ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. ഈ മിഡിലിൽ വരുന്ന വൈറ്റ് മാത്രമേ നമ്മൾ ഈ ഡെയ്സി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഒരു വൈറ്റ് നമുക്ക് ക്രോസ് ആയി കിട്ടിയിട്ടുണ്ട്, കണ്ടാ? ഇവിടെ ഇപ്പൊ ഓൾറെഡി നമുക്കൊരു ഡെയ്സിയിലെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വശത്ത് നമുക്ക് ഈ കുരിശിയിൽ നമുക്ക് ഒരു വൈറ്റ് ഓൾറെഡി സോൾവ്ഡ് ആണ്. ഇത് കണ്ടോ, ഈ വൈറ്റ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇവിടെയും മാത്രം വൈറ്റ് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ആദ്യം നോക്കുക. ഇത് കണ്ട, ഇതിൽ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇതാ. ഫൈനൽ ലെയർ നമ്മൾ ആദ്യം നോക്കണം. ഫൈനൽ ലെയർ ആദ്യം നോക്കുമ്പോൾ ഇവിടെ ഈ വൈറ്റ് ഇവിടെ കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഈ വൈറ്റ് നമുക്ക് ഇവിടുന്ന് മാറ്റണം. ഇവിടുന്ന് മാറ്റി ഇവിടെ കൊണ്ടുവരണം. അതിനുള്ള അൽഗോരിതമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി അൽഗോരിതം എന്ന് പറയുന്നത്, ഇതിപ്പോ എന്റെ റൈറ്റ് സൈഡ് ആണ്, ആർ ഡാഷ്, അതിനുശേഷം അപ്പ് സൈഡ് യു, ക്ലോക്ക് വൈസ് അല്ല യു, പിന്നെ എഫ് ഡാഷ്, അതായത് എഫ് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ്, ഫ്രണ്ട് ഫേസ് ആന്റി ക്ലോക്ക് വൈസ്, കണ്ടോ? അപ്പൊ അവിടെ ഇരുന്ന സാധനം നേരെ ഇവിടെയായി. ഇപ്പൊ നമ്മൾ രണ്ട് വശത്ത് നമുക്ക് വൈറ്റ് ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പൊ നമ്മൾ ഇത് കണ്ടോ, ഫൈനൽ ലെയറിൽ നോക്കുക. ഫൈനൽ ലെയർ ഇതാണ്. ഫൈനൽ ലെയറിൽ നോക്കുക, എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ നോക്കിയേ. ഇല്ല, സൈഡിലില്ല. നേരെ മിഡിൽ ലെയർ നോക്കുക. മിഡിൽ ലെയറിൽ ഇവിടെ കോർണറേ ഉള്ളൂ, കോർണർ നമ്മൾ എടുക്കില്ല. ഇനി നമ്മൾ നോക്കുന്നത് എവിടെയാണ്? ടോപ്പ് ലെയറിലാണ്, സോറി ബോട്ടം ലെയറിലാണ്. ഇത് ഫൈനൽ, ഇത് മിഡിൽ, ഇത് ബോട്ടം ലെയർ. ബോട്ടം ലെയറിൽ ഇത് കോർണറിലുണ്ട് വൈറ്റ്. പിന്നെ നമ്മൾ ഡൗൺ നോക്കുക, ഡൗണിൽ മിഡിൽ ഉണ്ടോ നോക്കുക. കണ്ടോ, ഇവിടെ ഒരു വൈറ്റ് ഇരിപ്പുണ്ട്. അപ്പൊ ഈ കാണുന്ന വൈറ്റിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം, ഇവിടെയോ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഫ്രീ ആണ്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ലോജിക്കലി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നേരെ ഒന്ന് തിരിച്ചു കൊടുത്താൽ സാധനം ഇവിടെ എത്തി. കണ്ടോ, വേറെ ഇതിന് അൽഗോരിതം ഒന്നും അപ്ലൈ ചെയ്യണ്ട. ജസ്റ്റ് നമ്മുടെ ലോജിക്കാണ്. നേരെ റൗണ്ടിൽ ഇവിടെ വന്നാൽ അവിടെ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ മാത്രം നമുക്ക് വരുത്തിയാൽ മതി, ഇവിടെ മാത്രം. അതിനുവേണ്ടി നമ്മൾ വീണ്ടും നോക്കുക. ഇവിടെ വീണ്ടും നമ്മൾ നമ്മുടെ ഫൈനൽ ലെയറിൽ ഒന്നും ഇരിപ്പില്ല. മിഡിൽ ലെയർ നോക്കുക, കണ്ടോ? മിഡിൽ ലെയറിൽ കണ്ടോ, വൈറ്റ് സൈഡിലായിട്ടായിരിക്കണം, കണ്ടോ?
ഇവിടെ നമ്മുടെ മിഡിൽ ലെയറിൽ ഇത് കണ്ടോ, ഒരു വൈറ്റ് നമ്മുടെ ദേ സെൻട്രലായിട്ട് ഇരിപ്പുണ്ട്. ലോജിക്ക് നമ്മൾ തിങ്ക് ചെയ്യുക ലോജിക്കലി. ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു വൈറ്റ് സെൻട്രലായിട്ട് ഇരിക്കുവാണ്. അത് നേരെ ഇത് ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ കൊടുത്താൽ നമുക്ക് ദേ കണ്ടോ കറക്റ്റ് ഡെയ്സി, അതായത് ഡെയ്സി എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഡെയ്സി, അതായത് ഡെയ്സി പൂവില്ലേ, ഡെയ്സി ഫ്ലവർ, അതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു പൂവ് ആകൃതിയിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ് റൂബിക്സ് ക്യൂബിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വലി നമുക്കിപ്പോ ലോജിക്കലി ഈ സെൻട്രൽ വരുന്ന സാധനം നമുക്ക് ലോജിക് അനുസരിച്ച് ചെയ്യാം. ഇപ്പൊ ആക്ച്വലി ഇവിടെയൊക്കെ വരുന്ന സാധനം നമുക്ക് ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തപ്പോൾ ചെയ്യേണ്ട അൽഗോരിതം ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് ഈ ഡെയ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഡെയ്സി ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മുടെ ആദ്യത്തെ റൂബിക്സ് ക്യൂബിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ബൈ.